ഒരു ബ്രിട്ടാനിയ പോലൊരു ബിസ്ക്കറ്റ് കമ്പനി എടുത്താൽ ഇപ്പൊ നിങ്ങൾ അതിൽ ഡയറക്ട് കോസ്റ്റുകൾ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വിളിക്കുന്നത് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും. ഉദാഹരണത്തിന് റോ മെറ്റീരിയൽ കോസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ പാക്കിംഗ് മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പം മറ്റുള്ള ഇപ്പൊ പാല്, അല്ലെങ്കിൽ അവിടെ ഡയറക്ട് വേജ്, അതായത് ഫാക്ടറിയുടെ ഉള്ളിൽ ഇപ്പോൾ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ വേജ്, ഫ്ലോർ മാനേജറിന്റെ വേജ്, അല്ലെങ്കിൽ ഇപ്പൊ മറ്റുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ, അതായത് ഉൽപ്പാദനമായിട്ട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോസ്റ്റുകൾ. ഇതേ രീതിയിൽ തന്നെ സർവീസ് ബേസ്ഡ് കമ്പനി, ഇപ്പൊ IT സർവീസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും പറഞ്ഞ കോഡേഴ്സ്, അല്ലെങ്കിൽ സപ്പോർട്ട് ടെസ്റ്റിംഗ് എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ IT സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്ലയന്റിന് സർവീസ് കൊടുക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ ക്ലയന്റ് ഇപ്പൊ എന്തെങ്കിലും ഇവർക്ക് ഇപ്പൊ ഒരു തേർഡ് പാർട്ടിക്ക് ആ ഒരു വർക്ക് ഔട്ട്സോഴ്സ് ചെയ്തെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അത് അവരുടെ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. പിന്നെ ഒരു സോഫ്റ്റ്വെയർ ലൈസൻസിന്റെ ഫീസ്, ഇങ്ങനെയുള്ള സാധനമൊക്കെ ബേസിക്കലി അവർക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന കോസ്റ്റുകളാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഡയറക്ട് കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് നമ്മൾ പ്രൊഡക്ഷന്റെ കമ്പനീസിന്റെ കാര്യത്തിൽ പറയും. നമ്മൾ സർവീസ് ബേസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ കോസ്റ്റ് ഓഫ് സർവീസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് വിളിക്കാം.